191 ലിറ്റർ തികയാത്ത വെള്ളത്തിലാണ് വുളു എടുക്കുന്നതെങ്കിൽ 3 പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം ഒരാൾ ആ വെള്ളത്തിൽ കൈമുക്കിയാൽ പിന്നെ ആ വെള്ളം ഉപയോഗിച്ച വെള്ളമായിട്ടാണ് കണക്കാക്കപ്പെടുക. ആ കൈ കഴുകിയതിന് ശേഷം പിന്നെ തുടർന്നുള്ള ശുദ്ധീകരണത്തിന് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരാൾ ആ പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാന്നുള്ള നിയത്തോടു കൂടിയാണ് കൈമുക്കുന്നതെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച വെള്ളമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അപ്പൊ പിന്നെ തുടർന്നുള്ള ശുദ്ധീകരണത്തിന് ആ വെള്ളം ഉപയോഗിക്കാനും പറ്റും. നിർബന്ധമായ കുളിയുടെ നിയത്ത് വെച്ചതിന് ശേഷം 2 കൊല്ലത്തിന് താഴെയുള്ള വെള്ളത്തിലേക്ക് കൈമുക്കിയാലും ഇതേ ഹുക്മനാണ് ഉണ്ടാകുക. അതായത് മുക്കിയെടുക്കാന്നുള്ള നിയത്തുണ്ടെങ്കിൽ തുടർന്നുള്ള ശുദ്ധീകരണത്തിന് പറ്റുന്നതാണ്. ഇനി മറ്റൊരു വസ്തു വെള്ളത്തിലേക്ക് ലയിച്ചു ചേർന്നതുകൊണ്ട് വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധജലമായി കണക്കാക്കപ്പെടുന്നില്ല. അതായത് കുളിക്കാനോ വുളു ചെയ്യാനൊന്നും അത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അവയവത്തിലുള്ള സോപ്പിന്റെ മറ്റോ കാരണം കൊണ്ടാണ് പകർച്ച വന്നതെങ്കിൽ പോലും ഇപ്രകാരം തന്നെയാണ്. വെള്ളത്തിന് അടുത്തുള്ള മരങ്ങളിൽ നിന്ന് പഴങ്ങൾ വീണ് ചിന്നിച്ചിതറിയ കാരണം കൊണ്ട് ആ വെള്ളത്തിന് പകർച്ച വന്നാൽ വെള്ളത്തിലേക്ക് ലയിച്ചു എന്ന കാരണം കൊണ്ട് ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുന്നതല്ല. എന്നാൽ ഇലകളുടെ സ്ഥിതി മറ്റൊന്നാണ്. നമ്മൾ ഇലകൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് അത് ചിന്നിച്ചെതറിയിട്ട് പകർച്ചയാകുകയാണെങ്കിൽ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുന്നതല്ല. എന്നാൽ മരത്തിൽ നിന്ന് സ്വമേധയാ വീണ ഇലകൾ അവിടെ ചിന്നിച്ചിതറി പകർച്ചയായാൽ പോലും അത് ശുദ്ധീകരണത്തിന്, ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുന്നതാണ്. വെള്ളത്തിന്റെ പേര് തന്നെ മാറ്റി പറയേണ്ട രൂപത്തിൽ പകർച്ചയായിട്ടില്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ലയിച്ചു ചേരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ പകർച്ച ആയത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന സംശയത്തിലാണെങ്കിലും അപ്പോഴും കുഴപ്പമില്ല. ഇനി വെള്ളത്തിൽ നിന്ന് എടുത്ത ഉപ്പ് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട കാരണം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മണ്ണ് കലക്കിയ കാരണം കൊണ്ടോ വെള്ളം പകർച്ചയായാലും കുഴപ്പമില്ല. ഉപ്പ് വെള്ളത്തിൻ്റെ തന്നെ ഭാഗമാണെന്നത് കൊണ്ടും മണ്ണ് ശുദ്ധീകരണത്തിന് പറ്റിയ മറ്റൊരു വസ്തു ആണ് എന്നത് കാരണം കൊണ്ടുമാണ് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം. ഇനി വെള്ളത്തിൽ ലയിച്ചു ചേരാത്ത വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന പകർച്ചയും പ്രശ്നമല്ല. ഊത് പോലെയുള്ള സുഗന്ധ വസ്തുക്കൾ വെള്ളത്തിൽ ഇട്ടു വെച്ചതിന് ശേഷം വെള്ളത്തിന്റെ മണം വ്യത്യാസപ്പെട്ടാൽ പോലും വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുന്നില്ല എന്ന കാരണം കൊണ്ട് ആ പകർച്ച കുഴപ്പമില്ല. ഗോതമ്പ്, കാരക്ക പോലുള്ള വസ്തുക്കൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിന്റെ ഭാഗങ്ങൾ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ അതിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിരിഞ്ഞതായി ഉറപ്പില്ലെങ്കിലോ അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കാനും പറ്റും. ഇനി ഏതെങ്കിലും ഒരു വസ്തു ലയിച്ചു ചേരുന്നതാണോ അല്ലയോ എന്ന് സംശയിച്ചാലോ അപ്പോഴും അത് പ്രശ്നമാക്കേണ്ടതില്ല. വെള്ളം ഒലിച്ചു പോകുന്നിടത്തുള്ള വസ്തുക്കളോ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തുള്ള വസ്തുക്കളോ ആ വെള്ളത്തിന് പകർച്ചയാക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാക്കേണ്ടതില്ല. ആ വെള്ളത്തിന് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് കാരണം. വെള്ളത്തിൽ വളരുന്ന പായലുകൾ ചിന്നിച്ചിതറി ആ വെള്ളം പകർച്ച വന്നാൽ ഈ ഗണത്തിലാണ് പെടുത്തുന്നത്. ഗന്ധക ഭൂമിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ഗന്ധകം ലയിച്ചു ചേർന്നത് കൊണ്ട് പകർച്ച വന്നാൽ ആ പകർച്ചയും പ്രശ്നമാക്കേണ്ടതില്ല. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.